Good morning students. We are going to discuss about the topic coupling and repulsion hypothesis. So in this class we will discuss about the coupling phase and the repulsion phase and what are the experiments performed to prove these two phases. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കപ്പിളിംഗ് ആൻഡ് റിപ്പൽഷൻ ഹൈപ്പോസിസ് ആണ്. അപ്പോൾ കപ്പിളിംഗ് ആൻഡ് റിപ്പൽഷൻ ഹൈപ്പോസിസിൽ നമുക്ക് രണ്ട് ഫേസസ് ഡിസ്കസ് ചെയ്യാനുണ്ടാവും, കപ്പിളിംഗ് ഫേസും റിപ്പൽഷൻ ഫേസും. പിന്നെ ഈ രണ്ട് ഫേസസും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത എക്സ്പെരിമെൻറ്റും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു ടേം ഡിസ്കസ് ചെയ്യാനുണ്ട്, അതാണ് ലിങ്കേജ് ഗ്രൂപ്പ്. സോ ലിങ്കേജ് ഗ്രൂപ്പ് refers to the pair of genes that are close to each other on a chromosome and tend to be transmitted together. So linkage group means they are a pair of genes. They are located close to each other. Since they are located close to each other, they will be linked and transmitted together. So the linkage groups are basically the genes which undergo linkage, and they undergo linkage because they are located close to each other on a chromosome and they will be transmitted together. അപ്പോൾ അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് ജീൻസ് നിങ്ങൾക്ക് അറിയാം, ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തടുത്താണ് രണ്ട് ജീൻസുകൾ കിടക്കുന്നതെങ്കിൽ അവരൊരുമിച്ചാണ് എപ്പോഴും ട്രാൻസ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർ തമ്മിൽ എന്ത് നടക്കും, ലിങ്കേജ് നടക്കും. അങ്ങനെ ലിങ്കേജ് നടക്കുന്ന ജീൻസിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ലിങ്കേജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തടുത്ത് കിടക്കുന്നത് കൊണ്ടാണ് ഈ ജീൻസുകൾ തമ്മിൽ ലിങ്കേജ് നടക്കുന്നത്. അപ്പോൾ അവരെല്ലപ്പോഴും ഒരുമിച്ചാണ് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുക. അതുകൊണ്ടാണ് നമ്മളിതിനെ ലിങ്കേജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ ലിങ്കേജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ലിങ്കേജ് നടക്കുന്ന ജീൻസിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ലിങ്കേജ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ തമ്മിൽ ലിങ്കേജ് നടക്കുന്നത്? ഈ ജീൻസൊക്കെ അടുത്തടുത്താണ്, അതിൻ്റെ ലൊക്കേഷനൊക്കെ എന്താണ്, അടുത്തടുത്താണ് ആ ജീൻസിൻ്റെ ലൊക്കേഷൻ. അതുകൊണ്ട് തന്നെയാണ് അവർ തമ്മിൽ ലിങ്കേജ് നടക്കുന്നത്. അപ്പോൾ അടുത്തടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ അവരൊരുമിച്ചാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ലിങ്കേജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ലിങ്കേജ് ഗ്രൂപ്പ് മീൻസ് ദി ജീൻസ് which are located close to each other and they will be transmitted together, and basically these linkage groups are the genes which undergo linkage between them. So next we will explain the coupling and repulsion hypothesis. So coupling and repulsion hypothesis is also known as cis-trans configuration. And in this coupling and repulsion hypothesis, we have to discuss the two phases, that is coupling phase and repulsion phase. So coupling and repulsion hypothesis ആണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കപ്ലിംഗ് ആൻഡ് റിപ്പൽഷൻ ഹൈപ്പോസിസിൽ നമുക്ക് രണ്ട് ഫേസസ് ഡിസ്കസ് ചെയ്യാനുണ്ട്, കപ്ലിംഗ് ഫേസും റിപ്പൽഷൻ ഫേസും. അപ്പോൾ ഈ കപ്ലിംഗ് ഫേസിൽ ഡിസ്കസ് ചെയ്യണം, നമുക്ക് റിപ്പൽഷൻ ഫേസും ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഈ കപ്ലിംഗ് ഫേസിൻ്റെയും റിപ്പൽഷൻ ഫേസിൻ്റെയും വേറൊരു പേരാണ് സിസ് ട്രാൻസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ coupling phase and repulsion phase is also known as cis-trans configuration. So first we will discuss about the coupling phase. So coupling phase refers to the linkage of genes which encodes for the same character. അപ്പോൾ ഒരേ ക്യാരക്ടറിന് കോഡ് ചെയ്യുന്ന ജീൻസുകൾ തമ്മിൽ നടക്കുന്ന ലിങ്കേജിനെയാണ് നമ്മൾ കപ്പിളിംഗ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ കപ്പിൾ ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, ലിങ്ക് ചെയ്യുക. അപ്പോൾ ഒരേ ക്യാരക്ടറിനെ കോഡ് ചെയ്യുന്ന ജീൻസുകൾ തമ്മിലാണ് കപ്പിളിങ് അല്ലെങ്കിൽ ലിങ്കേജ് നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ കപ്പിളിംഗ് ഫേസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടോൾനെസ്സിനെ കോഡ് ചെയ്യുന്ന ജീൻസാണ് ക്യാപിറ്റൽ ടി. അപ്പോൾ ഈ രണ്ട് ക്യാപിറ്റൽ ടി തമ്മിൽ ലിങ്കേജ് നടന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് പറയാം, കപ്പിളിംഗ് എന്ന് പറയും. കാരണം ആദ്യത്തെ ക്യാപിറ്റൽ ടീം കോഡ് ചെയ്യുന്നത് ടോൾനെസ്സിനെയാണ്, രണ്ടാമത്തെ ക്യാപിറ്റൽ ടീം കോഡ് ചെയ്യുന്നത് ടോൾനെസ്സിനെയാണ്. അപ്പോൾ രണ്ട് ക്യാപിറ്റൽ ടീം കോഡ് ചെയ്യുന്നത് ഒരേ ക്യാരക്ടറിനെയാണ്, അതാണ് ടോൾനെസ്. അപ്പോൾ ആ രണ്ട് ക്യാപിറ്റൽ ടിയും തമ്മിൽ ലിങ്കേജ് നടന്നു കഴിഞ്ഞാൽ നമുക്കതിനെന്ത് പറയാൻ പറ്റും, കപ്പിളിംഗ് ഫേസ് എന്ന് പറയാൻ പറ്റും. അതായത് ഒരേ ക്യാരക്ടറിനെ കോഡ് ചെയ്യുന്ന ജീൻസുകൾ തമ്മിൽ നടക്കുന്ന ലിങ്കേജിനെയാണ് നമ്മൾ കപ്പിളിംഗ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഉണ്ടാകുക പാരൻ്റൽ കോമ്പിനേഷൻസ് ആണ്, അല്ലെങ്കിൽ പാരൻ്റൽ ടൈപ്പാണ് ഉണ്ടാകുക. സോ ഇറ്റ് വിൽ ലീഡ്സ് ടു ദി പ്രൊഡക്ഷൻ ഓഫ് പാരൻ്റൽ ടൈപ്പ്. അപ്പോൾ ഈ കപ്പിളിംഗ് ഫേസ് കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾ ആരെ പോലെയായിരിക്കും, എക്സാക്ട്ലി പാരൻസിനെ പോലെ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ പാരൻ്റൽ ടൈപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കപ്പിളിംഗ് ഫേസ് കഴിഞ്ഞുണ്ടാകുന്ന പ്രൊഗ്നീസ് എന്ത് ടൈപ്പാണ്, പാരൻ്റൽ ടൈപ്പാണ്. ബിക്കോസ് ദേ റിസംബിൾ എക്സാക്ട്ലി ദി പാരൻസ്. അപ്പോൾ പാരൻസിനെ പോലെ തന്നെയാണ് കുട്ടികൾ ഉണ്ടാകുക, അല്ലെങ്കിൽ പ്രൊഗ്നീസ് ഉണ്ടാകുക. അപ്പോൾ ഈ
കപ്ലിംഗ് ഫേസ് കഴിഞ്ഞ് കിട്ടുന്ന പ്രൊഗനീസ് പാരൻസിൻ്റെ എക്സാക്റ്റ് കോപ്പീസ് ആയിരിക്കും. അവരെന്തായിരിക്കും? പാരൻ്റൽ ടൈപ്പ് ആയിരിക്കും. ദി കപ്ലിംഗ് ഫേസ് ഈസ് ഓൾസോ നോൺ ആസ് സിസ് ഫേസ്. ദി കപ്ലിംഗ് ഫേസ് ഈസ് ഓൾസോ നോൺ ആസ് സിസ് ഫേസ്. അപ്പോൾ കപ്ലിംഗ് ഫേസ് ഒന്നുകൂടിയും പറയാം. അപ്പോൾ കപ്ലിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരേ ക്യാരക്ടറിനെ കോഡ് ചെയ്യുന്ന രണ്ട് ജീൻസുകൾ തമ്മിലുണ്ടാകുന്ന ലിങ്കേജിനെയാണ് നമ്മൾ കപ്ലിംഗ് ഫേസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ക്യാപിറ്റൽ ടി തമ്മിലുണ്ടാകുന്ന ലിങ്കേജ്. പിന്നെ ഇതിൻ്റെ വേറൊരു പേരാണ് സിസ് ഫേസ് എന്ന് പറയുന്നത്. ഈ കപ്ലിംഗ് ഫേസ് കാരണം ഉണ്ടാകുന്നത് പാരൻ്റൽ ടൈപ്പാണ്. അത് പാരൻറ്റിനോട് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ പാരൻറ്റിൻ്റെ കോപ്പി ആയിട്ടുള്ള പ്രൊഗനീസാണ് കപ്ലിംഗ് കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യുക. Next phase is the repulsion phase. The repulsion refers to the linkage of genes which codes for different characters. അപ്പോൾ കപ്ലിംഗ് ഫേസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റിപ്പൾഷൻ ഫേസ്. അപ്പോൾ കപ്ലിംഗ് ഫേസ് എന്തായിരുന്നു? ഒരേ ക്യാരക്ടറിനെ കോഡ് ചെയ്യുന്ന ജീൻസുകൾ തമ്മിലുള്ള ലിങ്കേജ് ആയിരുന്നു കപ്ലിംഗ് ഫേസ്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റിപ്പൾഷൻ ഫേസ്. റിപ്പൾഷൻ ഫേസ് എന്താണ്? ഡിഫറെൻറ്റ് ക്യാരക്ടറിനെ കോഡ് ചെയ്യുന്ന ജീൻസുകൾ തമ്മിലുള്ള ലിങ്കേജ് ആണ് റിപ്പൾഷൻ ഫേസ്. സോ റിപ്പൾഷൻ ഫേസ് ഈസ് ദി ലിങ്കേജ് ബിറ്റ്വീൻ ദി ജീൻസ് വിച്ച് കോഡ്സ് ഫോർ ഡിഫറെൻറ്റ് ക്യാരക്ടർ. അപ്പോൾ ദീസ് വിൽ ലീഡ് ടു ദി പ്രൊഡക്ഷൻ ഓഫ് റീകോമിനൻറ്റ് ടൈപ്പ്. അപ്പോൾ പാരൻസ് നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് റിപ്പൾഷൻ ഫേസിൽ പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് റീകോമിനൻ്റ് ടൈപ്പ് പ്രൊഗനീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. റിപ്പൾഷൻ ഫേസ് ഇസ് ഓൾസോ നോൺ ആസ് ട്രാൻസ് ഫേസ്. അപ്പോൾ കപ്ലിംഗ് ഫേസ് അറിയപ്പെടുന്നത് സിസ് ഫേസ് ആണ്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റിപ്പൾഷൻ ഫേസ് അല്ലെങ്കിൽ ട്രാൻസ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ കപ്ലിംഗ് ഫേസും റിപ്പൾഷൻ ഫേസും ഒന്നുകൂടി പറയാം. കപ്ലിംഗ് ഫേസ് ആണെങ്കിൽ ഒരേ ക്യാരക്ടറിനെ കോഡ് ചെയ്യുന്ന രണ്ട് ജീൻസുകൾ തമ്മിലാണ് ലിങ്കേജ് നടക്കുക. റിപ്പൾഷൻ ഫേസ് ആണെങ്കിൽ ഡിഫറെൻറ്റ് ക്യാരക്ടറിനെ കോഡ് ചെയ്യുന്ന ജീൻസുകൾ തമ്മിലാണ് ലിങ്കേജ് നടക്കുക. പിന്നെ കപ്ലിംഗ് ഫേസിൻ്റെ വേറൊരു പേരാണ് സിസ് ഫേസ്. റിപ്പൾഷൻ ഫേസിൻ്റെ വേറൊരു പേരാണ് ട്രാൻസ് ഫേസ്. പിന്നെ കപ്ലിംഗ് ഫേസ് കഴിഞ്ഞാൽ ഉണ്ടാകുക പാരൻ്റൽ ടൈപ്പ് പ്രൊഗനീസ് ആയിരിക്കും. റിപ്പൾഷൻ ഫേസ് കഴിഞ്ഞാൽ ഉണ്ടാകുക റീകോമിനൻ്റ് പ്രൊഗനീസ് ആയിരിക്കും. സോ ദി കപ്ലിംഗ് ഫേസ് ആൻഡ് റിപ്പൾഷൻ ഫേസസ് ആർ ദി ടു ഫേസസ് in the linkage, and during the coupling phase the linkage occurs between the genes which codes for same character, but the repulsion phase is exactly opposite to that of coupling phase. During the repulsion phase the linkage occurs between the genes that codes for different character. The coupling phase is also known as cis phase, whereas the repulsion phase is known as the trans phase. The coupling phase leads to the production of parental type of progenies, whereas the repulsion phase leads to the production of recombinant type of progenies. So an experiment is performed to explain the coupling and repulsion hypothesis. We will discuss about it in detail. So the coupling and repulsion hypothesis was explained by the scientist W. Bateson in 1905 by using a cross in seed pea where it exhibits a deviation from the independent assortment. So the explanation of the coupling and repulsion hypothesis was given by the scientist W. Bateson by performing the crosses in seed pea, and he found that these results were exactly opposite to that of Mendel's law of independent assortment. ഇപ്പോൾ മെൻഡൽസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചതാണ്, ഞാൻ ക്ലാസ് എടുത്തതാണ്. അപ്പോൾ ഈ കപ്ലിംഗ് ആൻഡ് റിപ്പൾഷൻ ഹൈപ്പോസിസ് പ്രൂവ് ചെയ്തത് അല്ലെങ്കിൽ കപ്ലിംഗ് ആൻഡ് റിപ്പൾഷൻ ഹൈപ്പോസിസ് ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് W. ബാറ്റിസൺ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഈ W. ബാറ്റിസൺ എടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് സീഡ് പീ ആണ്. അപ്പോൾ സീഡ് പീയിൽ ഉള്ള ക്രോസ് വഴിയാണ് W. ബാറ്റിസൺ ഈ കപ്ലിംഗ് ആൻഡ് റിപ്പൾഷൻ ഹൈപ്പോസിസ് പ്രൂവ് ചെയ്തത്. അപ്പം W. ബാറ്റിസൺ എന്ത് കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ ആ W. ബാറ്റിസന് കിട്ടിയ റിസൾട്ട് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റിൻ്റെ എതിരായിട്ടുള്ള റിസൾട്ടാണ്. അത് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് അല്ല ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ മെൻഡൽസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് W. ബാറ്റിസന് കിട്ടിയത്. സോ ഫസ്റ്റ് ഹി ക്രോസ് വൈൽഡ് ടൈപ്പ് മെയിൽ വിച്ച് ഈസ് ബ്ലൂ ഫ്ലവർ കളർ വിത്ത് ലോങ് പോളൻ ഗ്രെയിൻ, and these two are dominant character. That is he selected a wild type male and a female. The male is dominant. Male exhibit dominant characters such as blue flower color capital B and long flower color, long pollen, that is capital L. The female is recessive, that is it is having red flowers, that is small b, and round pollen, that is small l. So you know
during F1 generation only dominant character expresses. So the progeny will be capital B small b, capital L small l, which is blue flower color, long pollen grain. Next, he back cross the F1 with the female parent. So he take the F1 capital B small b, capital L small l, which is blue flower and long pollen. He back cross this F1 parent, F1 generation with the female parent, that is small b, small b, small l, small l. That is red flower and round pollen. But after this cross, he got a ratio of 7:1:1:7 instead of the independent assortment ratio 1:1:1:1. So he does not get the independent assortment ratio after the cross. So he actually should get independent assortment ratio 1:1:1:1. Instead of that, he get the ratio 7:1:1:7, which indicates that there is a tendency in the dominant alleles to remain together. Similarly, there was also a tendency in the recessive allele to remain together. So this is known as Gamete coupling, and also there was a tendency for two such dominant alleles or recessive alleles to from different parents to remain separate, and this is known as the gametic repulsion. So he observed two phenomena due to which he get the ratio 7:1:1:7. That is, he found that there is a tendency among the dominant alleles to remain together, which is known as gametic coupling, and there is also a tendency among the dominant or recessive alleles to coming from two different parents to separate from each other, or to remain different or remain separate from each other. This is known as gametic repulsion. So the explanation of the coupling and repulsion hypothesis was given by W. Battison by performing crosses in the seed P, and he founded that his results was against the Mendel's law of independent assortment. So for the cross, he had taken a wild type male parent. Wild type male parent is a dominant parent. So it is having dominant flower color, that is blue flower color, represented by the capital B gene, and a dominant pollen shape, that is the long pollen shape, which is indicated by capital L. And the female parent he has taken is recessive. It is having recessive flower color, black red flower color, which is indicated by small b, and round pollen shape, which is recessive, which is also recessive, indicated by small l. So he got the F1 parent, F1 generation, which it will be always dominant. Only dominant character will be expressed in F1 generation. He got capital B small b, capital L small l, which is blue flower color, long pollen grain. Next, he has back crossed the F1 parent with the F1 generation with the recessive parent. So instead of getting a ratio, instead of getting a ratio 1:1:1 according to Mendel's law of independent assortment, he got the ratio 7:1:1:7, which is against the Mendel's law of independent assortment. So he explained that the reason for getting a deviated ratio from the Mendel's law of independent assortment is due to the gametic coupling and repulsion. So what is gametic coupling? Gametic coupling is the tendency of the dominant alleles to remain together, which leads to the gametic coupling. And what is gametic repulsion? Which is the tendency of the dominant or recessive alleles to remain separate from each other, and this is known as gametic repulsion. Due to the gametic coupling and repulsion, he got a deviation from the Mendel's law of independent assortment ratio, that is 1:1:1. Instead of which he got the ratio 7:1:1:7. അപ്പോൾ ഈ കപ്ലിംഗ് ആൻഡ് റിപ്പൽഷൻ ഹൈപ്പോസിസ് പ്രൂവ് ചെയ്തത് W. ബാറ്റിസൺ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. അപ്പോൾ W. ബാറ്റിസൺ സ്റ്റഡി ചെയ്ത പ്ലാന്റ് ആണ് സീഡ് പി. അപ്പോൾ ഈ W. ബാറ്റിസൺ എക്സ്പെരിമെൻ്റ് നടത്തിയപ്പോൾ കണ്ടത് ഈ മെൻഡൽസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റിന് എതിരായ റിസൾട്ടാണ്
ഡബ്ല്യു ബാറ്റിസന് കിട്ടിയത്. അപ്പോൾ മെൻഡൽസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് പ്രകാരം കിട്ടേണ്ട റിസൾട്ട് അല്ല ഡബ്ല്യു ബാറ്റിസന് കിട്ടിയത്. അപ്പോൾ ഡബ്ല്യു ബാറ്റിസൺ ആദ്യം തന്നെ എന്ത് ചെയ്തു, ഒരു മെയിൽ പ്ലാന്റിനെ എടുത്തു, ഒരു ഫീമെയിൽ പ്ലാന്റിനെ എടുത്തു. അപ്പോൾ മെയിൽ പ്ലാന്റ് എന്ന് പറയുന്നത് വൈൽഡ് ടൈപ്പാണ്, ഡോമിനൻ്റ് ആണ്. ഫീമെയിൽ ആണെങ്കിൽ റിസസീവ് ആണ്. അപ്പോൾ മെയിലിൽ ഉള്ള ഡോമിനൻ്റ് ക്യാരക്ടറാണ് ബ്ലൂ ഫ്ലവർ കളർ വിച്ച് ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ ക്യാപിറ്റൽ ബി ആൻഡ് ലോങ് പോളൻ ഗ്രെയിൻ വിച്ച് ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ ക്യാപിറ്റൽ എൽ. ഫീമെയിലുള്ള റിസസീവ് ക്യാരക്ടേഴ്സാണ് റെഡ് ഫ്ലവർ കളർ വിച്ച് ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ സ്മോൾ ബി ആൻഡ് റൗണ്ട് പോളൻ ഗ്രെയിൻ വിച്ച് ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ സ്മോൾ എൽ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ F1 കിട്ടി. നിങ്ങൾക്കറിയാം F1-ലെല്ലപ്പോൾ ഡോമിനൻ്റ് ക്യാരക്ടറാണ് എക്സ്പ്രസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ F1 എന്തായിരുന്നു, ബ്ലൂ ഫ്ലവർ കളർ വിത്ത് ലോങ് പോളൻ ഗ്രെയിൻ, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ബി സ്മോൾ ബി ക്യാപിറ്റൽ എൽ സ്മോൾ എൽ. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ ബാറ്റിസൺ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ F1-നെ ഫീമെയിൽ പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്തു. അപ്പോൾ F1-നെ എടുത്തു ബാറ്റിസൺ, F1-നെ റിസസീവ് ഫീമെയിലായിട്ട് ക്രോസ് ചെയ്തു, അല്ലെങ്കിൽ ഫീമെയിൽ പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്തു. അപ്പോൾ F1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബി സ്മോൾ ബി ക്യാപിറ്റൽ എൽ സ്മോൾ എൽ ആണ്. റിസസീവ് പാരൻ്റായ ഫീമെയിൽ എന്ന് പറയുന്നത് സ്മോൾ ബി ക്യാപിറ്റൽ സ്മോൾ ബി സ്മോൾ എൽ സ്മോൾ എൽ ആണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ബാറ്റിസൺ എന്താണ് ചെയ്തത്, F1-നെ റിസസീവ് പാരൻറ്റുമായിട്ട് ബാക്ക് ക്രോസ് ചെയ്തു. അപ്പോൾ ബാക്ക് ക്രോസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ F1-നെ റിസസീവ് പാരൻറ്റുമായിട്ട് ബാക്ക് ക്രോസ് ആണ് ചെയ്തത് സെക്കൻഡ് സ്റ്റെപ്പിൽ. അപ്പോൾ F1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ എൽ സ്മോൾ എൽ, ദാറ്റ് ഈസ് ബ്ലൂ ഫ്ലവർ കളർ ലോങ് പോളൻ ഗ്രെയിൻ ആണ്. അതിന് ഫീമെയിൽ പാരൻറ്റ്, അതായത് ഫീമെയിൽ പാരൻറ്റ് എന്ന് പറയുന്നത് റിസസീവ് ആണ്. അത് റെഡ് ഫ്ലവർ കളർ വിത്ത് റൗണ്ട് പോളൻ ഗ്രീൻ, അതായത് സ്മോൾ ബി സ്മോൾ എൽ ആയിട്ട് ക്രോസ് ചെയ്തു. അപ്പോൾ ആക്ച്വലി ഇങ്ങനെ ബാക്ക് ക്രോസ് ചെയ്യുമ്പോൾ, അതായത് F1-നെ റിസസീവ് പാരൻറ്റുമായിട്ട് ബാക്ക് ക്രോസ് ചെയ്യുമ്പോൾ കിട്ടേണ്ട റേഷ്യോ 1:1:1:1 ആണ് അക്കോർഡിംഗ് ടു മെൻഡൽസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. അപ്പോൾ മെൻഡൽസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് പ്രകാരം F1-നെ റിസസീവ് പാരൻറ്റുമായിട്ട് ബാക്ക് ക്രോസ് ചെയ്താൽ കിട്ടേണ്ട റേഷ്യോ എന്ന് പറയുന്നത് 1:1:1:1 ആണ്. പക്ഷേ ഇവിടെ കിട്ടിയ റേഷ്യോ 7:1:1:7 ആണ്. അപ്പോൾ ഇങ്ങനൊരു ഡീവിയേഷൻ, അതായത് മെൻഡൽസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻ്റ് എന്ന് ഒരു ഡീവിയേഷൻ കാണിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് കപ്പിളിംഗ് ആൻഡ് റിപ്പൽഷൻ ഹൈപ്പോസിസ് കാരണമാണെന്നാണ് ബാറ്റിസൺ പറയുന്നത്. അപ്പോൾ ഗാമീറ്റിക് കപ്പിളിങ്ങും ഗാമീറ്റിക് റിപ്പൽഷനും കാരണമാണ് 7:1:1:7 എന്ന റേഷ്യോ കിട്ടിയത് 1:1:1:1 എന്ന റേഷ്യോന് പകരം. അതായത് മെൻഡൽസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻ്റ് എന്ന് ഡീവിയേറ്റ് ചെയ്യാനുള്ള കാരണം ഈ ഗാമീറ്റിക് കപ്പിളിങ്ങും ഗാമീറ്റിക് റിപ്പൽഷനാണെന്നാണ് ഡബ്ല്യു ബാറ്റിസൺ പറഞ്ഞത്. ഇപ്പോൾ ഗാമീറ്റിക് കപ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഡോമിനൻ്റ് അല്ലേഴ്സ് എപ്പോഴും ഒരുമിച്ചാണ്, അതായത് എല്ലപ്പോഴും ഒരുമിച്ചാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ അവർ തമ്മിൽ ഡോമിനൻ്റ് അല്ലേഴ്സ് എല്ലപ്പോഴും ഒരുമിച്ചാണ് നിൽക്കുക, അല്ലെങ്കിൽ ഒരുമിച്ചാണ് അവരുണ്ടാകുക. അതിനെയാണ് ഗാമീറ്റിക് കപ്പിളിംഗ് എന്ന് പറയുന്നത്. ഗാമീറ്റിക് റിപ്പൽഷൻ എന്ന് പറഞ്ഞാൽ ഡോമിനൻ്റ് അല്ലെങ്കിൽ റിസസീവ് അല്ലേഴ്സ്, അതായത് വേറെ പാരൻസ് നിന്ന് കിട്ടുന്ന ഡോമിനൻ്റ് അല്ലെങ്കിൽ റിസസീവ് അല്ലേഴ്സ് എപ്പോഴും സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുക. അപ്പോൾ അതിനെയാണ് ഗാമീറ്റിക് റിപ്പൽഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗാമീറ്റിക് കപ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഡോമിനൻ്റ് ക്യാരക്ടേഴ്സ് എപ്പോഴും ഒരുമിച്ചാണ് ഉണ്ടാകുക, അതിനെയാണ് ഗാമീറ്റിക് കപ്പിളിംഗ് എന്ന് പറയുന്നത്. ഗാമീറ്റിക് റിപ്പൽഷൻ എന്ന് പറഞ്ഞാൽ ഡോമിനൻ്റ് അല്ലെങ്കിൽ റിസസീവ് അല്ലേഴ്സ്, അതായത് ഡിഫറെൻറ്റ് പാരൻസ് നിന്ന് കിട്ടുന്ന ഡോമിനൻ്റ് അല്ലെങ്കിൽ റിസസീവ് അല്ലേഴ്സ് എപ്പോഴും സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാകുക. അതിനെയാണ് ഗാമീറ്റിക് റിപ്പൽഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെൻഡൽസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് പ്രകാരം കിട്ടേണ്ട റേഷ്യോ ആയ 1:1:1:1 പ്രകാരം അല്ല ഇവിടെ കിട്ടിയത്. ഇവിടെ കിട്ടിയ റേഷ്യോ എന്ന് പറയുന്നത് 7:1:1:7 ആണ്. അപ്പോൾ ഈ റേഷ്യോയിലുണ്ടാകുന്ന ഡീവിയേഷൻ എന്ത് കാരണമാണെന്നാണ് ബാറ്റിസൺ പറഞ്ഞത്, ഗാമീറ്റിക് കപ്പിളിംഗ് ആൻഡ് ഗാമീറ്റിക് റിപ്പൽഷൻ കാരണമാണ് ഇങ്ങനെ ഒരു ഡീവിയേഷൻ, അതായത് മെൻഡൽസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റിൽ ഒരു ഡീവിയേഷൻ ഉണ്ടാകാൻ കാരണം എന്നാണ് ബാറ്റിസൺ പറഞ്ഞത്. അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കപ്പിളിംഗ് ആൻഡ് റിപ്പൽഷൻ ഹൈപ്പോസിസ് ആണ്. കപ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ ക്യാരക്ടറിനെ കോഡ് ചെയ്യുന്ന രണ്ട് ജീൻസ് തമ്മിൽ ഉണ്ടാകുന്ന ലിങ്കേജ് ആണ് കപ്പിളിംഗ്. റിപ്പൽഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിനെ കോഡ് ചെയ്യുന്ന ജീൻസ് തമ്മിലുണ്ടാകുന്ന ലിങ്കേജ് ആണ് റിപ്പൽഷൻ. അപ്പോൾ അത് പ്രൂവ് ചെയ്ത എക്സ്പെരിമെൻറ്റും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം താങ്ക് യു.